സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. ക്രൈസ്തവ വിശ്വാസികളുടെ 50 നോമ്പാചരണത്തിനും സമാപനമായി. ഈസ്റ്റർ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് സുവിശേഷമായ ഒരാഘോഷമാണ്. ദുഃഖവെള്ളിക്ക് ശേഷം യേശുക്രിസ്തുവിന്റെ ഉയിർപ്പിനെ ഇത് അടയാളപ്പെടുത്തും. കുടുംബങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോകുകയും വിരുന്നൊരുക്കുകയും ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്യും. ഒരു ആഘോഷം എന്നതിലുപരി ഈസ്റ്റർ ക്രൈസ്തവ സമൂഹത്തിനുള്ള ഓർമ്മപ്പെടുത്തലായാണ് കണക്കാക്കുന്നത്. ഈസ്റ്റർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കർത്തൃത്വത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. നോമ്പുകാലത്തിന് ശേഷമാണ് ഇത് വരുന്നത്. ഉപവാസത്തിന്റെയും പ്രായശ്ചിത്തിന്റെയും കാലമാണ് നോമ്പുകാലം. യേശുവിന്റെ ജെറുസലേം പ്രവേശനം, അന്ത്യത്താഴം, പീഡാനുഭവങ്ങൾ, മരണം എന്നിവയെല്ലാം അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന് ശേഷമാണ് ഈസ്റ്റർ ഞായർ വരുന്നത്. മരണത്തിനുമേൽ യേശു നേടിയ വിജയത്തെയും പുതിയ ജീവിതത്തിന്റെ വാഗ്ദാനങ്ങളുമായാണ് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകമെമ്പാടും ഈസ്റ്ററിനും മതപരവും സാംസ്കാരികപരമായ പ്രാധാന്യമുണ്ട്. ദേവാലയങ്ങളിൽ തിരുവചന വായനകൾക്കും പ്രാർത്ഥനകൾക്കും ദിവ്യബലിക്കും പ്രാധാന്യം നൽകുന്നു. പല രാജ്യങ്ങളിലും ഈസ്റ്റർ മുട്ടകൾ തേടിയുള്ള കളികളും ചോക്ലേറ്റ് മുട്ടകൾ പങ്കെടുത്തതും പ്രധാനമാണ്. മുട്ടുകൾ പുതുജീവന്റെയും പ്രത്യാശയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ വിശുദ്ധ വാരാചരണത്തിന് തനതായ ആചാരങ്ങളും പേരുകളുമുണ്ട്. ഓശാന ഞായറിനെ കുരുത്തോല പെരുന്നാൾ എന്ന് വിളിക്കുന്നു. അന്നേ ദിവസം വിശ്വാസികൾ കുരുത്തോലകൾ ഏന്തി പ്രദക്ഷിണമായി പള്ളിയിലേക്ക് പോകുന്നു. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയിൽ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദുഃഖവെള്ളിയെ ദുഃഖവെള്ളി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അന്ന് യേശുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് നീണ്ട ശുശ്രൂഷകൾ നടത്തുന്നു. ഈസ്റ്റർ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് രാത്രിയിലെ ഉയിർപ്പ് ശുശ്രൂഷകളോടെയാണ്. ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെ ഏത് കഠിനമായ പീഡാനുഭവങ്ങൾക്കും വേദനകൾക്കും ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്ന വലിയ പ്രത്യാശയാണ് ഈസ്റ്റർ പകരുന്നത്. ഇരുട്ടിന്മേൽ വെളിച്ചവും തിന്മയ്ക്കുമേൽ നന്മയും നേടിയ വിജയമായി ഈ ഉയർപ്പ് തിരുനാൾ മാറട്ടെ. ഏവർക്കും ഇടുക്കി വിഷൻ കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.